ഹലോ ഗായ്സ്, കൂന്തൽ ഒരിക്കലെങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മളതിനായിട്ട് കൂന്തൽ കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. നമ്മളതിലേക്ക് കുറച്ച് ഉലുവ പിന്നെ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ 2 സവാള നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള ഒരു അരമുറി തേങ്ങ, പിന്നെ നമ്മൾ 2 പച്ചമുളക്, പിന്നെ 2 ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഒതുക്കുന്നത്. പിന്നെ നമ്മൾ ആ ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൂടി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ കൂന്തലിൻ്റെ ഗ്രേവി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മളതിലേക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നമുക്കൊക്കെ വളരെയധികം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് ചോറിൻ്റെ കൂടെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.